ഇന്ന് ചക്കപ്പൂല് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കപ്പൂലെല്ലാം അരിഞ്ഞെടുക്കുകയെന്ന് ചക്കപ്പൂല് ഒരുപാടുള്ളത് കൊണ്ടില്ലേ ആ കഷ്ണം ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് പുറമെ ഒരനിയത്തിക്കുട്ടി എന്നോട് ചക്കപ്പൂല് സാമ്പാറിൻ്റെ റെസിപ്പി ഇടുമോയെന്നും കൂടി ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇതന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങ, കുഞ്ഞുള്ളി, ഉലുവ, കറിവേപ്പില എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മൂത്ത് വരുന്നത് വരെ വറുത്തെടുക്കണം. മൂത്ത് വന്നതിന് ശേഷം 2 സ്പൂണ് മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് തീ സിമ്മിലിടണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണേ. അപ്പോൾ ഞാൻ ഈ പൊടിയെല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്തത് സാമ്പാർ പൊടി ലാസ്റ്റ് ചേർക്കുന്നുണ്ടാണ് കേട്ടോ. അപ്പോൾ ചക്കപ്പൂലിന് പുറമെ 2 ഉള്ളി, 2 തക്കാളി, 3-4 പച്ചമുളക് ഇതും കൂടിയാണ് കേട്ടോ അതിലെ കഷ്ണങ്ങൾ. അപ്പോൾ ഇതാ ചുവന്ന പരിപ്പാണ്. വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം ആണ് ചുവന്നപ്പരിപ്പ്, തക്കാളി, ഉള്ളി, പച്ചമുളക് ഇതാ നല്ലോണം കഴുകി വരിയെടുത്ത് ചക്കപ്പൂലിൻ്റെ കഷ്ണം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉപ്പും 1 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കാം. അത് അവിടെ കിടന്ന് വേവട്ടെ. ആ സമയം നമുക്ക് വറുത്ത് വെച്ച തേങ്ങേനെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കഷ്ണങ്ങളെല്ലാം ഒന്ന് പകുതി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും പിഴിഞ്ഞൊഴിച്ച് അരപ്പും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മിക്സിയിലെ ജാറ് കഴുകിയിട്ടൊന്ന് കുറച്ചും കൂടി ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് മുരിങ്ങവാൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ഒരുപാട് മുരിങ്ങവാൾ ഇല്ലതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇട്ട് കൊടുത്തതാണ്. ഉപ്പ് അപ്പോൾ ആദ്യം ഇട്ടത് പോരാ, അപ്പോൾ നോക്കിയിട്ട് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണും കൂടി സാമ്പാറല്ലേ അപ്പോൾ കുറച്ച് നല്ലോണം കറിയാകുമ്പോൾ വേണ്ടേ. പിന്നെ ഇതാ സാമ്പാർ പൊടി ഞാനിതാ 2-3 സ്പൂൺ എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുത്തേ. അരവല് തിളച്ചതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ 2 തണ്ട് കറിവേപ്പില അങ്ങനെ ഇട്ട് കൊടുത്തു, കായം ചേർത്ത് കൊടുത്തു, ഒരു ചെറിയ കഷ്ണം വെല്ലം ചേർത്ത് കൊടുത്തു, പിന്നെ നമ്മളെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ വെല്ലം ചേർത്ത് കൊടുക്കുന്ന സാമ്പാറിന് ഭയങ്കര ടേസ്റ്റാണ്. ലാസ്റ്റ് വെല്ലത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്താൽ അപ്പോൾ അങ്ങനെ എൻ്റെ അടിപൊളി സാമ്പാറെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി കടുവും കറിവേപ്പിലയും ചുവന്നമുളകെല്ലാം കൂടി വറുത്തിട്ടാലും മതി. അങ്ങനെ നമ്മുടെ ചക്കപ്പൂലി സാമ്പാർ റെഡിയാണ്. എന്നോട് ചോദിച്ച എൻ്റെ അനിയത്തിക്കുട്ടി ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണേ. എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. നാളെ നല്ല വിശേഷമായിട്ട് കാണാം. ബൈ.